ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി ഞാൻ കാണിക്കുന്നത് പോലെ എംബ്രോയിഡറി ഡിസൈൻസും വർക്കും ഒക്കെ തന്നെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പുതിയൊരു സാരിയിലല്ല ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഓൾറെഡി ഉള്ള ഔട്ട്ഫിറ്റ്സിന് നമുക്ക് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ള കുർത്തി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ജീൻസ് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും ഒക്കെ അതിലൊരു ചെറിയ എംബ്രോയിഡറി വർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് അതിലൊരു പുതിയ ലുക്കും കിട്ടും. അതുപോലെ ഒരു എംബ്രോയിഡറി എലഗൻസ് കൊണ്ട് നമുക്ക് ആ ഒരു ഡ്രസ്സിനെ നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി എന്റെ കയ്യിലുള്ള ഒരു നേരത്തെ ജീൻസിന്റെ ഒരു പോക്കറ്റിൽ ചെറിയൊരു എംബ്രോയിഡറി ചെയ്യുന്നത് കാണിക്കുകയും ചെയ്യാം. അതുപോലെ ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു സാരിയിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാരിയിൽ നമ്മൾ കുറച്ച് എംബ്രോയിഡറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സാരിക്ക് ഒരു പുതിയ ലുക്ക് കൊടുത്തിരിക്കുന്നതും കാണിക്കാം. അപ്പം നമുക്ക് ആദ്യം ജീൻസിൽ വർക്ക് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലൂ ജീൻസിനാണ് ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലൂ ജീൻസ് ആണ്. ഞാൻ കുറെ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ജീൻസ് ആണ്. അപ്പൊ ഇത് നമുക്കൊരു ചേഞ്ച് കൊടുക്കാം. പിന്നെ ഒരു പോക്കറ്റിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഇത് നമുക്കൊരു പുതിയ ഒരു വേറെ ലുക്ക് കൊടുക്കാം. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ എംബ്രോയിഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ കാണിച്ചു തരാം. എന്റെ അടുത്ത വീഡിയോസിൽ കമന്റ് ആയിട്ടും പേഴ്സണലി വാട്സ്ആപ്പ് ആയിട്ടും ഒക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു ഏത് ഹൂപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇത് ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ ഇതിന്റെ ഞാൻ യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങളോട് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ഹൂപ്പ്, എംബ്രോയിഡറി ഹൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തില് തടിയുടെ ഹൂപ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും, പെട്ടെന്ന് ഇതിങ്ങനെ പൊളന്നു പോവുകയും അതുപോലെ അതിനൊരു തരിതരിപ്പുള്ളത് കാരണം നമ്മൾ ചില മെറ്റീരിയൽസിലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ ഉടക്കുകയും പ്രോപ്പറായിട്ട് അത് അങ്ങോട്ട് വരാതെ വരുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അതെനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡാമേജും ആയി പോകും. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചാൽ അധികം നാളെ നിൽക്കില്ല. അതിന് മുമ്പ് തന്നെ അതങ്ങ് പോകുന്ന കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഹൂപ്പിലേക്ക് മാറിയത്. ഇതിന്റെ ഒരു 3-4 സൈസ് എന്റെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്താണ് ഞാൻ പല ഡിസൈൻസും ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒക്കെ വാങ്ങിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഹൂപ്സോ അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെയൊക്കെ ഒരു ആമസോൺ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കാം. അതുപോലെ ഞാൻ ക്ലോത്തിൽ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി പെൻസിൽ യൂസ് ചെയ്താണ് ഞാൻ വരയ്ക്കുന്നത്. ഇൻ കേസ് ചില മെറ്റീരിയൽ ചില കളറിൽ നമുക്ക് ഈ പെൻസിൽ വെച്ച് വരച്ചാൽ കാണാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു വാട്ടർ റൈസബിൾ പെന്നുണ്ട്, അതാ യൂസ് ചെയ്യുന്നത്. ഞാനിതൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷെ ഇതുപോലത്തെ പെന്ന് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഏതാണ്ട് ഒരു 15 റുപ്പീസ് അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉള്ളൂ ഈ ഒരു പെന്നിന്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ വരയ്ക്കുവാണെങ്കിൽ നമ്മളത് കഴുകുമ്പോൾ, അതായത് ചുമ്മാ വെള്ളം വെച്ചിട്ടൊന്ന് കഴുകുമ്പോഴത്തേനും ആ വരച്ച പാടങ്ങ് മാഞ്ഞു പോക്കോളും. അപ്പൊ നമുക്ക് എന്തിനാണെങ്കിലും മാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പേനകൾ നല്ലതാണ്. അപ്പം അതങ്ങ് വര നമ്മളിങ്ങനെ എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ സ്റ്റിച്ചിങ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വര കാണാതെ, ഇപ്പൊ ചില ചോക്കൊക്കെ വെച്ച് നമ്മൾ വരച്ചാലും ചിലപ്പോൾ കുറച്ചൊരു നേരം ഇങ്ങനെ അത് തൂത്താലൊന്നും പോകത്തില്ല. അതും വാഷ് ചെയ്താൽ പൊക്കോളും, എന്നാലും അതും നമ്മൾ ചെയ്യുമ്പോൾ മാഞ്ഞു പോയി നോക്കിയിരിക്കും. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഇതാ. പിന്നെ പെൻസിൽ വെച്ച് വരയ്ക്കുവാണെങ്കിൽ അത് എനിക്ക് കംഫർട്ടബിൾ. പെൻസിൽ ഇങ്ങനെ കാണത്തില്ലാത്ത കളേഴ്സിലൊക്കെ വരുമ്പോഴേ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ ഒരു സാധനം ഈ കാർബൺ പേപ്പർ, അതും ഈ പറഞ്ഞ പോലെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വൈറ്റ് കളറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഡൻ കളറോ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ബ്ലാക്കോ ബ്ലൂ ഒക്കെ യൂസ് ചെയ്യും, അതിന്റെ ഒരു ട്രേസസ് നമ്മുടെ മെറ്റീരിയലേ വരും. അതൊരു പിന്നെ വായിച്ചാലൊന്നും പോകത്തില്ല. ഈ പേനയൊക്കെ പറ്റുന്ന പോലെ തന്നെ ഈ കാർബൺ പേപ്പറിന്റെ എടുത്തും നമ്മുടെ ഇതിൽ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിവതും നല്ല ഞാൻ ബ്ലാക്കും ബ്ലൂ ഒന്നും ക്ലോത്തിൽ യൂസ് ചെയ്യത്തേ ഇല്ല. എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഇതുപോലത്തെ ഈ ഒരു വൈറ്റ് ഷെയ്ഡോ ഗോൾഡൻ ഷെയ്ഡോ കാർബൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ സാരിയിലൊക്കെ ഐഡന്റിക്കൽ ആയിട്ട് വരയ്ക്കേണ്ടപ്പോൾ മാത്രമേ ഈ കാർബൺ പേപ്പറിന്റെ ആവശ്യം വരാറുള്ളൂ. അടി വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഡിസൈൻ കാർബൺ പേപ്പർ വെച്ചിട്ട് സാരിയിൽ ട്രേസ് ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ സീ ത്രൂ മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് പേപ്പർ അടി വെച്ച് തന്നെ ഇങ്ങനെ ഡിസൈൻസ് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കുർത്തയിലോ അല്ലെങ്കിൽ സിംഗിൾ ഡിസൈൻസ് ഒക്കെ മാത്രം വരുന്നതിലൊക്കെ വരുമ്പോൾ ഞാൻ റഫായിട്ട് അതിലൂടെ തന്നെ സ്കെച്ച് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ട്രേസ് ചെയ്യത്തില്ല, അതിലൂടെ തന്നെ ഡയറക്റ്റ് അങ്ങ് പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്യാറാണ് പതിവ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന നീഡിലാണെങ്കിലും ഞാൻ കോമൺ ആയിട്ട് എല്ലാ സ്റ്റിച്ചസും യൂസ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഈ ഒരു 5 സൈസ്, എന്റെ സൈസ് 5 സൈസ് 5 നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചസിനും ഈ പറഞ്ഞ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ബീഡ്സ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ ഷുഗർ ബീഡ്സ് ആണെങ്കിലും ട്യൂബ്സ് ആണെങ്കിലും ബീഡ്സ് ഒക്കെ വരുമ്പോൾ ഈ ഒരു നീഡിൽ കയറത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ മാത്രമേ ചെറിയ നീഡിൽസ് വാങ്ങിക്കാറുള്ളൂ. അല്ലാത്ത എല്ലാ കേസിലും ഈ ഒരു
5 നമ്പർ നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ 25 നീഡിൽസിന്റെ ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടി. ഇതിനകത്ത് എല്ലാ സൈസുള്ള നീഡിൽസും ഉണ്ട്. നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ കയറുന്ന നീഡിൽസും, അതുപോലെ നമുക്ക് കട്ടിക്ക് ത്രെഡ് കയറണമെങ്കിൽ അതിനനുസരിച്ച് ഹോളിന് വലിപ്പം കൂടിയ പോലത്തെ നീഡിൽസും, അങ്ങനെ പല സൈസിലുള്ള നീഡിൽസ് ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ നീഡിൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഇതുപോലത്തെ നീഡിൽസിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നോർമലി ഉള്ള ആ മറ്റേ നൂലല്ലാതെ 6 strands നൂലല്ലാതെ ഇത് ആങ്കറിന്റെ ത്രെഡ് തന്നെയാണ്. 6 strands ത്രെഡ് അല്ലാതെ ഇച്ചിരി കട്ടിയുള്ള പോലെ ഇതിന്റെ സിംഗിൾ സ്റ്റാൻഡ് ആയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. ഇതിന്റെ ആ ഒരു സിംഗിൾ സ്റ്റാൻഡിനെ നമ്മൾ മറ്റേ ചെയ്യുന്ന ഒരു 3 strandsനോളം ഒക്കെ കനം വരുന്ന പോലത്തെ പേൾ കോട്ടൺ ത്രെഡാ. ഇത് ക്രോഷേ ത്രെഡ് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പല ഷെയ്ഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ത്രെഡ് യൂസ് ചെയ്താൽ ഞാൻ ഇന്ന് ഈ ഒരു എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പൊ ഈ ജീൻസിന്റെ ഈ ഒരു സൈഡ് പോക്കറ്റ് മാത്രം ഈ ഒരു ഭാഗത്ത് വരുന്ന പോലെ മാത്രം നമ്മൾ ചെറിയ എംബ്രോയിഡറി വർക്ക് ഈ ഒരു ജീൻസിൽ കൊടുക്കുന്നത്. നമ്മൾ ജീൻസിലൊക്കെ കൊടുക്കുമ്പം ഈ പറഞ്ഞ പോലെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ബോട്ടം ലൈനിലോ ഒക്കെ വെച്ച് ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുമ്പോൾ അതിനൊരു കുറച്ചുകൂടി നല്ലൊരു എലഗൻസ് ഒക്കെ കിട്ടുന്നത്, നല്ല ലുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നോക്കുവാണെങ്കിൽ അതുപോലത്തെ ഒത്തിരി നല്ല ഡിസൈൻസും അതുപോലെ ഇങ്ങനത്തെ ജീൻസിന്റെ പാറ്റേണും ഒക്കെ കാണാം. ഞാൻ അതുപോലെ ഈ പറഞ്ഞ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കണ്ടിട്ട് അത് കണ്ട് ഇങ്ങനെ ജീൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ലേസി ഡേസി ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ചെറിയ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഡിസൈൻസോ അങ്ങനെയൊക്കെയാണ് പൊതുവേ ഇങ്ങനെ നമ്മൾ ആ പിൻട്രസ്റ്റിലാണെങ്കിലും ചെയ്ത് കാണാറ്. അതുപോലെ ഇപ്പം ഞാൻ ചെറിയൊരു ലേസി ഡേസി ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈൻ ഇതിൻ്റെ പോക്കറ്റ്സിൻ്റെ ഒരു സൈഡിലെ പോക്കറ്റിൽ ഇങ്ങനെ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ ഈ ലേസി ഡേസി പോലത്തെ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡെനിമിൻ്റെ ജാക്കറ്റൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെറിയൊരു മേക്ക് ഓവർ കൊടുത്താൽ നല്ല രസമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വാട്ടറിൻ്റെ പെൻ വെച്ചാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ബ്ലൂ ജീൻസ് ആയതുകൊണ്ട് നമുക്ക് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് അത്രയും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെ ഐഡൻറ്റിക്കലായിട്ടൊന്നും ഇരിക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ റഫായിട്ട് നമുക്കൊന്ന് കണ്ടാലും മതി. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് പെർഫെക്ഷനായിട്ട് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഡിസൈനോ ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ, ഒരിടത്തല്ലേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഡിസൈൻ അതുപോലെ ഡിസൈൻ അങ്ങ് വിചാരിച്ച് ചെയ്താൽ മതി. ഞാൻ ചുമ്മാ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി ഈ ഒരു പെൻ വെച്ചിട്ട് ഒന്നിങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. ചുമ്മാ ഒരു ഫ്ലവറും അതിനൊരു സ്റ്റെമ്മും പോലെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അവരവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കേ കൊടുക്കുന്നുള്ളൂ. ഒത്തിരി ഹെവി ആയിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ 3-4 ഫ്ലവേഴ്സും അതിനൊരു സ്റ്റെമ്മും ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് സാധനത്തിലൊന്നും റിങ് വെക്കത്തില്ല. കാരണം വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് റിങ് വെക്കുവാണെങ്കിൽ ഇത് മൊത്തത്തിലേ റിങ് വെക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ പോക്കറ്റ് ഇങ്ങനെ കൂട്ടി തയ്ക്കേണ്ടി വരും. അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് റിങ് വെക്കാത്തതുകൊണ്ട് അങ്ങനെ അത്രയും ചെറിയ സൈസിൽ നമുക്ക് റിങ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് റിങ് വെക്കാൻ പറ്റില്ല. നമ്മുടെ റിങ് ഈ പോക്കറ്റിനകത്തേക്ക് കയറി ഇവിടെ കയറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതിപ്പോൾ റിങ് ഇല്ലാതെ തയ്ക്കാനേ പറ്റത്തുള്ളൂ, വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റിങ് ഇല്ലാതെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും നന്നായിട്ട് വലിച്ച് പിടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റിച്ച് മുറുകാതെയും വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കൂടുതൽ മുറുങ്ങിപ്പോയിട്ട് തുണി ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം റിങ് ഇല്ലാതെ തയ്ക്കുമ്പം ആ ഒരു ത്രെഡിൻ്റെ മുറുക്കം കറക്റ്റായിട്ട് വരാനായിട്ട് ശ്രദ്ധിച്ച് വേണം ഇനി റിങ് ഇല്ലാതെ തയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഈ വരച്ചിരിക്കുന്നതിൻ്റെ മണ്ടേ കൂടെ ചെയ്യാനായിട്ട് വരച്ചിരിക്കുന്നത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ പറഞ്ഞ പോലെ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ഈ പെന്നിന് ഒരു ബ്ലൂ ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ കാണാം കേട്ടോ, നന്നായിട്ട് വരച്ചിരിക്കുന്നത് കാണാം. ഇനി ക്യാമറയിൽ എത്രമാത്രം കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ നമ്മൾ ചെറിയ പെറ്റൽസ് വെച്ചിട്ടുള്ള ലേസി ഡേസി ഫ്ലവേഴ്സാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഈ സ്റ്റിച്ചിങ്ങിനോടൊക്കെ ഒരു താല്പര്യമുള്ള എല്ലാവരും ഇതുപോലത്തെ ചെറിയൊരു നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ്, ജീൻസ് ആണെങ്കിലും അതുപോലെ ടീഷർട്ട്സ് ആണെങ്കിലും എന്തെങ്കിലും, ഈവൻ ഡെനിം ജാക്കറ്റ്സോ ഒക്കെ, അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം തയ്ക്കാനായിട്ട്. ഇച്ചിരിയെങ്കിലും അറിയാവുന്നവരോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവരോ ഒക്കെ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക്. ഇവനിപ്പം നമ്മൾ മാസ്കൊക്കെ കുറവാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും മാസ്കയിലൊക്കെ ഇതുപോലെ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്കയിൽ ഇതുപോലെ കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ള മാസ്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഈ എംബ്രോയിഡറി ചെയ്ത മാസ്കുകൾ കാണാൻ നല്ല രസമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. ചെറിയ ഈ ഒറ്റ കളർ മാസ്കിൽ ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നിങ്ങൾക്ക് ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതുപോലത്തെ വർക്ക് ചെയ്യുന്നതും അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു
ഒരു ഫൈനൽ ലുക്ക് കാണാനും അതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പം ആൾക്കാർ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതല്ലേ ഇതുപോലത്തെ ചെറിയ പെറ്റൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ഫുൾ നമ്മൾ ചെയ്യുന്നില്ല, അതായത് ഫുൾ റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു സെമി സർക്കിൾ അല്ല, അതിനൊക്കെ കുറച്ചുകൂടെ ഞാനിതുപോലത്തെ ഒരു ഡിസൈൻ ഓൾറെഡി ഒരു സൽവാർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതുപോലത്തെ ഒരു ഫ്ലവർ ഇങ്ങനെ ഇതുപോലെ ഒരു ഫുൾ സർക്കിൾ അല്ലാത്ത ഒരു സെമി സർക്കിളിനേക്കാളും ഇങ്ങനെ അടുത്ത് വരുന്ന പോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ, ഇങ്ങനെ അതിന് നടുക്കൊരു ചെറിയൊരു ബ്രൗൺ ഫ്രഞ്ച് നോട്ട് എലമെൻറ്റും ഒക്കെ കൊടുത്ത് ഗ്രീൻ ആ സെയിം ഡിസൈൻ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും, കണ്ടു കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ അതേ ഡിസൈൻ തന്നെ ഇത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ജീൻസ്, നമ്മുടെ ഓൾറെഡി നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ജീൻസൊക്കെ ഇങ്ങനെ ഒരു ചെറിയ എംബ്രോയിഡറി വർക്ക് നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. അതിപ്പം ഇങ്ങനെ ഇതുപോലെ പോക്കറ്റ് വേണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാൻ താല്പര്യം, അല്ല നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, ജീൻസിന് എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം, അതനുസരിച്ച് ഇതുപോലത്തെ ഒരു ചെറിയ എംബ്രോയിഡറി കൊടുത്താൽ ഇപ്പോൾ കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഗേൾസിനാണെങ്കിലും അതൊരു ചെറിയൊരു പുതിയ ട്രെൻഡാക്കാം. അതായത് എല്ലാവരും നോർമലായിട്ട് പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ ടോൺഡായിട്ടോ ഒക്കെ ജീൻസ് ഇടുമ്പോഴത്തേനും അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി ഹൈലൈറ്റൊക്കെ ഉള്ളൊരു ജീൻസൊക്കെ ഇട്ടിരുന്ന് ഒരു ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ നമുക്കൊരു ഹൈലൈറ്റൊക്കെ കിട്ടും. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ നിങ്ങളുടെ ജീൻസൊക്കെ കൊടുത്താൽ മതി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആവുമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരണം. ഇതുപോലത്തെ ചെറിയ ലേസി ഫ്ലവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 6 ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര ഫ്ലവേഴ്സ് വേണം, എത്ര കവർ ചെയ്യണം എന്നൊക്കെ ഉള്ളതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പം വളരെ സിമ്പിളായിട്ടൊരു 6 ഫ്ലവേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇച്ചിരി ഒരു 1 hour വല്ലതും നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ആ ഒരു ഔട്ട്ഫിറ്റിന് ഒരു പുതിയൊരു ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മാക്സിമം ഒരു 1 hour അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. നമ്മളിതിനകത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ 6 ഫ്ലവേഴ്സാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്കിതിന് സ്റ്റെമ്മും ഒരു ചെറിയൊരു നടുക്കൊരു ഹൈലൈറ്റിനും ഒരു ഫ്രഞ്ച് നോട്ടും ചെയ്യാം. ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതാണ് അപ്പം നമ്മൾ ഫൈനൽ ഈ ഒരു വർക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നമ്മളതിൻ്റെ പോക്കറ്റിനൊരു ചെറിയൊരു ഇതുണ്ട്, കുറച്ചൊരു ഹൈലൈറ്റ് കിട്ടി. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രോപ്പ് ടോപ്പോ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ കാണാനും പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും, അതിനൊരു നല്ല ഹൈലൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കോളേജ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു ട്രെൻഡൊക്കെ കൊണ്ടുവരാനും അതുപോലത്തെ ഇതൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് മറ്റെല്ലാവരും ഒക്കെ ഇടുന്നതിനേക്കാളും ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് അവനവൻ്റെ ഒരു ടച്ച് അവരവരുടെ ഔട്ട്ഫിറ്റിൽ കൊണ്ടുവരാനൊക്കെ ഇച്ചിരി രസം കോളേജ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. പിന്നെ എംബ്രോയിഡറി വർക്ക്സും ഇതുപോലത്തെ ഒരു സിമ്പിൾ ലുക്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന. അതുപോലെ തന്നെ ഇതിനൊരു ഗുണവും കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഇട്ടു, കുറച്ച് നാൾ ഇട്ടു, ഈ ഒരു വർക്ക് മടുത്ത് കഴിയുമ്പോൾ വേണേൽ ഇത് അഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു വർക്കാണ് ചെയ്താൽ ഈ സെയിം ജീൻസിന് തന്നെ നമുക്ക് വേറൊരു ലുക്ക് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലിടാം. അങ്ങനെ നമുക്ക് എപ്പം വേണ്ട നമ്മുടെ ഔട്ട്ഫിറ്റിന് പുതിയൊരു ടച്ച് കൊടുക്കാം, നമ്മുടേതായിട്ടുള്ളൊരു ടച്ച് കൊടുത്ത് നമുക്ക് തന്നെ കുറച്ചുകൂടി ഫാഷനബിളായിട്ടും കുറച്ചുകൂടി ഒരു സാധാരണ ഉള്ള ലുക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിനെ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ചെറിയ ട്രിക്കായി വരുത്. ഇതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സാരീസിലും ഒക്കെ ഇതുപോലെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാധനത്തിന് ആ ഒരു പഴയ ഒരു ലുക്ക് മാറ്റി പുതിയൊരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറിക്ക് പറ്റും. ഇപ്പം പെയിൻറ്റിങ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്ത് ലുക്ക് മാറ്റാം. അപ്പോൾ പെയിൻറ്റിങ് ആകുമ്പോൾ നമ്മൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എംബ്രോയിഡറി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ചെറിയ എംബ്രോയിഡറി അല്ല, മാക്സിമം ഒരു ½ an hour സമയം എടുക്കത്തുള്ളൂ ഈ ഒരു എംബ്രോയിഡറി ചെയ്ത് തീർക്കാനായിട്ട്. നമുക്കൊരു 1-2 പ്രാവശ്യം ഇത് ഇട്ട് കഴിയുമ്പം ഇത് അഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് വേറെ കളറോ വേറെ ഡിസൈനോ ഒക്കെ ചെയ്താൽ അത് വീണ്ടും പുതിയൊരു ലുക്കായിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ്സിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാം, കുറച്ചുകൂടെ ട്രെൻഡിങ് ആക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരു സാരി കൂടെ കാണിക്കാം. ഞാൻ ഓൾറെഡി ഓൾറെഡി പ്ലെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു സാരീയിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തൊരു പുതിയ ലുക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാരിയും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു വൈറ്റ് കളറിൽ നേരത്തെ ഉള്ള ഒരു സാരിയാണ്. ആ സാരിയിൽ നമ്മൾ ചെറിയ എംബ്രോയിഡറി ഡിസൈൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു സാരിക്ക് പുതിയൊരു ലുക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് നേരത്തെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയായിരുന്നു. ഇതിൽ സെൽഫായിട്ട് വൈറ്റ് കളറിൽ തന്നെയുള്ള ചെറിയ ഡിസൈൻസ് ഈ സാരിയിൽ ഫുൾ ബോഡിയിലുണ്ട്, ഒരു ബോർഡറും ഒക്കെ ഉണ്ട്, ഫുൾ ബോഡി. അപ്പോൾ ആ ഒരു സാരിക്ക് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും മുന്താണി പോർഷനിലും അതുപോലെ നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ റൈറ്റ് ലെഗ് പോർഷനിലും ഒക്കെ ചെറിയൊരു
എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തുകൊണ്ട് ഈ സാരിക്ക് നമ്മളൊരു പുതിയ ലുക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സാരീനെ പുതിയതായിട്ട് ഒരു പുതിയ സാരിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് നമ്മൾ ഒരു മെറൂൺ കളറിലെ ത്രെഡ് വെച്ചിട്ട് ചെറിയ മോട്ടീവ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 6 മോട്ടീവ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ പോലെ വരുന്ന പോലെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 3 ട്രയാങ്കിൾസാണ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം നന്നായിട്ട് ഇത് കണ്ടോ നിറഞ്ഞു നിൽക്കുന്നത് പോലെ, അതായത് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് അത്യാവശ്യം നല്ല താഴെ വരെ വരുന്ന പോലെ ആ ഒരു ട്രയാങ്കിൾസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മുന്താണി പോർഷനിൽ വരുമ്പോഴാണെങ്കിലും ഇതുപോലത്തെ 2 ട്രയാങ്കിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും അതുപോലെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6 മോട്ടീവ്സ് വെച്ചിട്ടുള്ള ട്രയാങ്കിൾസ് നമ്മൾ ഓരോന്നും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ചെറിയൊരു മെറൂൺ എലമെൻറ്റ് ആ ഒരു പ്യുവർ വൈറ്റ് സാരിയിൽ കൊണ്ടുവന്നിട്ട് ആ സാരിയുടെ ഫേസ് മാറ്റി, അതായത് പുതിയൊരു സാരി തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. ആ പഴയ സാരിക്ക് വേറെ ലുക്ക് കൊടുത്തു. ഇനി ആ ഒരു വൈറ്റ് സാരീനെ ഒരു എംബ്രോയ്ഡർഡ് സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പഴയ സാരിയാണെന്നേ തോന്നത്തില്ല, പെട്ടെന്ന് കാണുമ്പോൾ പുതിയൊരു സാരീനെ പുതിയൊരു ലുക്കായിട്ട് തന്നെ ആ സാരി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഓൾറെഡി നമുക്ക് ചെറിയ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഔട്ട്ഫിറ്റ്സിന് തന്നെ നമുക്ക് വേറൊരു പുതിയൊരു ഔട്ട്ഫിറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണിച്ച വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സാരി ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കും ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും കാണിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ആണെങ്കിലും പുതിയ സ്റ്റിച്ചുകളും അതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ ഞാൻ വീണ്ടും എന്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ അയച്ചു തരുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം. എന്റെ വീഡിയോസിലും അതുപോലെ കമ്മ്യൂണിറ്റി പേജിലും ഒക്കെ ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാതെ പുതിയ ഓർഡേഴ്സ് ഒക്കെ തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും അതുപോലെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ എംബ്രോയ്ഡറി വീഡിയോസും ഇതുപോലത്തെ സാരീസും വർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വർക്കുകൾ കാണാനായിട്ടും അതുപോലെ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ കാണാനായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.